തൃശൂർ പാലിയക്കര ടോൾ പിരിവിനുള്ള സ്റ്റേ സെപ്റ്റംബർ 9 വരെ തുടരും. സ്റ്റേ നീക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. സർവീസ് റോഡുകൾ ഗതാഗത യോഗ്യമാക്കിയെന്നും സ്റ്റേ നീക്കണമെന്നുമായിരുന്നു ആവശ്യം. ഇപ്പോഴും ഗതാഗതക്കുരുക്കുണ്ടെന്ന് കോടതി. സിപിഐഎമ്മിനെയും ബിജെപിയെയും വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സിപിഐഎം അധികം കളിച്ചാൽ കേരളം ഞെട്ടുന്ന വാർത്ത പുറത്തുവരും. ബിജെപിക്കും പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ്. ബിജെപിക്കാർ വിത്തുകാളയുമായി രാജീവ് ചന്ദ്രശേഖറിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇനിയും ചർച്ചയില്ലെന്നും VD സതീശൻ. തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് അംഗം ശ്രീജ ജീവനൊടുക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സിപിഐഎമ്മിന്റെയും ആരോപണങ്ങളിൽ മനം നൊന്നെന്ന് കോൺഗ്രസ്. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് പണം വാങ്ങിയെന്ന് സിപിഐഎം ശ്രീജയ്ക്കെതിരെ പ്രചാരണം നടത്തിയെന്നും ആരോപണം. മൃതദേഹം സൂക്ഷിച്ചിരുന്ന ആശുപത്രിയിൽ സിപിഐഎം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. ശ്രീജയുടെ മരണത്തിൽ MLA G സ്റ്റീഫന് പങ്കുണ്ടെന്ന് തിരുവനന്തപുരം DCC വൈസ് പ്രസിഡന്റ് ജലീൽ. മൃതദേഹം കാണാൻ MLA അനുവദിച്ചില്ലെന്നും ആരോപണം. ഇവിടുത്തെ സ്ഥലം MLA G സ്റ്റീഫന്റെ നിർദ്ദേശാനുസരണം പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ CPMന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ശ്രീജയ്ക്കെതിരായി ഇവിടെ പോസ്റ്റർ പതിക്കുകയായിരുന്നു. വ്യക്തിപരമായി ഉണ്ടായ ചില സാമ്പത്തിക ബാധ്യതകളുടെ പേരിൽ ശ്രീജ പലരിൽ നിന്നും കൈവായ്പയായി തുക കൈപ്പറ്റി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കുടുംബത്തിന്റെയും അതോടൊപ്പം പാർട്ടിയുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നിർണായക ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ആരാണ് അന്വേഷണം നടത്തിയതെന്ന് കോടതി. DYSP ആണോ അന്വേഷണം നടത്തേണ്ടത്? ചട്ടങ്ങൾ പാലിച്ചാണോ വിജിലൻസ് അന്വേഷണം നടന്നത്? വിജിലൻസിന്റെ വിശദീകരണം തേടി കോടതി. കേസ് നാളെ പരിഗണിക്കും. തൃശൂർ പൂരം കലക്കലിൽ MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഒഴിവാക്കും. സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്ന DGP. മുൻ DGPയുടെ റിപ്പോർട്ടിൽ പുതിയ ശുപാർശ എഴുതി ചേർത്തു. മുൻ DGPയുടെ റിപ്പോർട്ട് പുനർപരിശോധിച്ചത് സർക്കാർ ആവശ്യപ്രകാരം. താക്കീത് നൽകിയ അന്വേഷണം അവസാനിപ്പിച്ചേക്കും. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. നാടെങ്ങും ആഘോഷത്തിമിർപ്പിൽ. തൃപ്പൂണിത്തുറയിൽ അത്തഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് ചലച്ചിത്ര താരം ജയറാം. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പതാക ഉയർത്തി മന്ത്രി P രാജീവ്. തെരുവിനെ ഉത്സവ ലഹരിയിലാക്കി ഘോഷയാത്രയ്ക്ക് തുടക്കം. ശബരിമലയിൽ നടക്കാനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി പങ്കെടുക്കില്ല. മുൻകൂട്ടി തീരുമാനിച്ച പരിപാടിയുണ്ടെന്ന് തമിഴ്നാട് സർക്കാർ. സ്റ്റാലിന് പകരം മന്ത്രിമാരായ PK ശേഖർ ബാബു, പഴനിവേൽ ത്യാഗരാജൻ എന്നിവർ പങ്കെടുക്കും. അയ്യപ്പ സംഗമം സെപ്റ്റംബർ 20-ന്. ഇന്ത്യക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച അധിക തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യക്ക് നോട്ടീസ് അയച്ച അമേരിക്ക. നയതന്ത്ര തലത്തിൽ ചർച്ച നടത്തി ഇന്ത്യ. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുമെന്ന് ഇന്ത്യ. നിലപാട് അറിയിച്ച് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ.